ലോകശ്രദ്ധ ഇറാൻ യുദ്ധശേഷമുള്ള സാഹചര്യത്തിലേക്കും ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിലേക്കും ഫുട്ബോൾ ലോകകപ്പിലേക്കുമൊക്കെയാണ്. ഈ തക്കം നോക്കി ഒരു വൻ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ചൈന. 12,000 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അമേരിക്കയെ ഒറ്റയടിക്ക് ആക്രമിക്കാൻ കരുത്തുള്ള മിസൈലാണ് പരീക്ഷിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചൈനീസ് തീരക്കടലിൽ നിന്ന് തൊടുത്താൽ അമേരിക്കൻ വൻകരയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള JL-3 മിസൈലുകൾ നേരത്തെ തന്നെ ചൈനയ്ക്കുണ്ട്. ഇപ്പോൾ പരീക്ഷിച്ചത് ഏതുതരം മിസൈലാണ് എന്ന് വെളിപ്പെടുത്താൻ ചൈന തയ്യാറായിട്ടില്ല. ചൈനയുടെ പക്കൽ നിലവിൽ JL-2, JL-3 എന്നീ 2 തരം സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇതിൽ JL-3 മിസൈലുകൾക്കാണ് അമേരിക്കൻ വൻകരയിൽ നാശം വിതയ്ക്കാൻ ശേഷിയുള്ളത്. ജിൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട 6 ആണവ അന്തർവാഹിനികൾ ചൈന ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ചൈനയുടെ വാർഷിക സൈനിക പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഒരു സാധാരണ നടപടി എന്നാണ് പറയുന്നത് എങ്കിലും വൻ ശക്തികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന. പസഫിക് സമുദ്രത്തിലെ നിശ്ചയിക്കപ്പെട്ട തന്ത്രപ്രധാന മേഖലയിലേക്ക് ആണവ അന്തർവാഹിനിയിൽ നിന്നാണ് ചൈന വിജയകരമായി ഈ മിസൈൽ പരീക്ഷണം നടത്തിയത്. ചൈനീസ് ഔദ്യോഗിക വാർത്താ ഏജൻസി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ലോകം ഇതേക്കുറിച്ച് അറിഞ്ഞത്. പസഫിക് സമുദ്രത്തിലെ നിർദ്ദിഷ്ട കടൽ മേഖലയിൽ മിസൈൽ കൃത്യമായി പതിച്ചതായി ചൈനീസ് നാവികസേന വക്താവ് സ്ഥിരീകരിക്കുകയും ചെയ്തു. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ തന്ത്രപ്രധാന ആണവ സബ്മറൈനിൽ നിന്നാണ് സിമുലേഷൻ വാർഹെഡ് ഘടിപ്പിച്ച ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തത്. ഈ മിസൈൽ ദക്ഷിണ പസഫിക് രാജ്യമായ സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് പതിച്ചത് എന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ അപകടകരമായ രീതിയിൽ സമുദ്രത്തിനടിയിൽ നിന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നു ഈ പരീക്ഷണം. ചൈനയുടെ കിഴക്കൻ സൈനിക തുറമുഖമായ കിങ് ദാവോയിൽ റഷ്യയുമായി ചേർന്നുള്ള വാർഷിക സംയുക്ത നാവിക അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുന്ന അതേ ദിവസം തന്നെയാണ് ഈ നിർണായക പരീക്ഷണവും നടന്നിരിക്കുന്നത്. ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് ചൈന അന്താരാഷ്ട്ര ജലമേഖലയിലേക്ക് ഇത്തരമൊരു മിസൈൽ വിക്ഷേപിക്കുന്നത്. ചൈനയെ പ്രധാന എതിരാളിയായി കാണുന്ന അമേരിക്ക ഈ പുതിയ നീക്കത്തിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തുന്നു. ലോകരാജ്യങ്ങൾ ആണവ വ്യാപനം തടയാൻ പരിശ്രമിക്കുമ്പോൾ ചൈന അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിക്കോട്ട് ആരോപിച്ചു. ഒരു പ്രത്യേക രാജ്യത്തെയും ലക്ഷ്യം വെച്ചുള്ളതല്ല എന്ന് ചൈനീസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും പാശ്ചാത്യ ശക്തികൾക്ക് നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. ചൈനയുടെ ഈ മിസൈൽ പരീക്ഷണം ദക്ഷിണ പസഫിക് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പരീക്ഷണത്തെക്കുറിച്ച് ചൈന മുൻകൂട്ടി അറിയിച്ചിരുന്നതായി ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചുവെങ്കിലും ചൈനയുടെ ഈ മിസൈൽ പരീക്ഷണം പസഫിക് മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നതാണ് എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസവും സുതാര്യമില്ലായ്മയും മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നും അവർ പറയുന്നു. പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ പരീക്ഷണ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിരുന്നതായി ജപ്പാനും അറിയിച്ചു. പക്ഷേ ചൈനീസ് സൈന്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഇത്തരം ആധിപത്യ പ്രവർത്തനങ്ങളിലെ കടുത്ത ആശങ്ക ചൈനയെ നേരിട്ട് അറിയിച്ചതായും ജപ്പാൻ വ്യക്തമാക്കുന്നു. മിസൈൽ പരീക്ഷണത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് ന്യൂസിലൻഡും പറഞ്ഞിട്ടുണ്ട്. പരീക്ഷണം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ചൈന വിവരമറിയിച്ചത് എന്ന് ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് വ്യക്തമാക്കി. പസഫിക് സമുദ്രത്തെ ചൈന മിസൈൽ പരീക്ഷണശാലയാക്കി മാറ്റുന്നതിൽ അയൽ രാജ്യങ്ങൾക്കെന്ന പോലെ ന്യൂസിലൻഡിനും കടുത്ത വിയോജിപ്പുണ്ട് എന്നും അദ്ദേഹം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിക്കുന്നുണ്ട്. 1986 രാരോത്തോങ്ക കരാർ പ്രകാരം ആണവമുക്ത മേഖലയായി പ്രഖ്യാപിച്ച സൗത്ത് പസഫിക് മേഖലയിലാണ് ചൈന മിസൈൽ പരീക്ഷണം നടത്തിയത് എന്നും ന്യൂസിലാൻഡ് കുറ്റപ്പെടുത്തുന്നു. പാപ്പുവ ന്യൂ ഗിനി ഉൾപ്പെടെയുള്ള മറ്റ് പസഫിക് രാജ്യങ്ങൾക്കും പരീക്ഷണത്തെക്കുറിച്ച് മുൻകൂട്ടി സൂചന ലഭിച്ചിരുന്നു. റഷ്യയുമായി ചേർന്ന വാർഷിക സംയുക്ത നാവികാഭ്യാസങ്ങൾ ആരംഭിക്കുന്നതിനിടെയാണ് പരീക്ഷണം എന്നത് പാശ്ചാത്യ ലോകത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഇറാൻ, റഷ്യ, ചൈന അച്ചുതണ്ട് എന്നതിലേക്കാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആശങ്ക നീളുന്നത്. സമാധാനത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെങ്കിലും സാങ്കേതികമായി ഇറാൻ അമേരിക്കയുമായി യുദ്ധത്തിലാണ്. റഷ്യയാകട്ടെ 5 വർഷമായി ഉക്രൈനുമായി യുദ്ധം നടത്തുന്നു. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആയുധ സാമ്പത്തിക സഹായത്തോടെയാണ് ഉക്രൈൻ റഷ്യയെ നേരിടുന്നത്. ഈ സാഹചര്യം പരിശോധിച്ചാൽ റഷ്യയും ഇറാനും അമേരിക്കയുമായി യുദ്ധത്തിലാണ് എന്ന് പറയാം. ഇതേ രാജ്യങ്ങൾക്ക് ചൈനയുമായി അടുത്ത ബന്ധവുമുണ്ട്. ചൈനയുടെ ആയുധശേഷിയും പ്രഹരശേഷിയും അമേരിക്കയെ ആശങ്കപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ തന്നെ ചൈന ഇറാനെ സാങ്കേതികമായി വളരെ സഹായിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് സംശയമുണ്ട്. റഷ്യയ്ക്കും എന്തെങ്കിലും സഹായം നൽകുന്നുണ്ടോ എന്നും അവർ പരിശോധിക്കുകയാണ്.
അപ്പോഴാണ് ഇടുത്തി പോലെ ചൈനയുടെ മിസൈൽ പരീക്ഷണം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഭീതിയില്ലാതെ സൈനിക നടപടി തുടരുന്നതിന് കാരണം ഇരു രാജ്യങ്ങളും തമ്മിലെ ദൂരം തന്നെയാണ്. 12,000 കിലോമീറ്ററുകൾ ദൂരത്തിലാണ് ഇറാനും അമേരിക്കയും. അത്രയും ദൂരത്തിൽ പറന്നെത്താൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാനില്ല. ഇറാനെ പരോക്ഷമായി ചൈന സഹായിക്കാത്തതിനാൽ അമേരിക്കയ്ക്ക് ആശങ്കയുമില്ല. പക്ഷേ പുതിയ പരീക്ഷണ വിജയത്തിന്റെ ചുവട് പിടിച്ച് ഇറാന് JL-3 മിസൈലുകൾ നൽകിയാൽ കളി മാറും. അമേരിക്കൻ വൻകരയിൽ നാശം വിതയ്ക്കാൻ ഇറാന് സാധിക്കും. അമേരിക്കയെ ആക്രമിക്കാനാണ് എങ്കിൽ 10 കിലോമീറ്റർ പോലും ദൂരത്തിലല്ലാത്ത റഷ്യയ്ക്ക് അത്തരമൊരു മിസൈലിന്റെ ആവശ്യവുമില്ല. മറ്റിടങ്ങളിൽ യുദ്ധം വിതച്ച് നേട്ടം കൊയ്യുന്ന അമേരിക്കയ്ക്ക് സ്വന്തം നാട്ടിൽ യുദ്ധവും നാശവും ഒഴിവാക്കാൻ തന്നെയാണ് താൽപ്പര്യം. മിസൈൽ പരീക്ഷണങ്ങൾ പതിവാണ് എന്ന് ചൈന അവകാശപ്പെടുമ്പോഴും ചൈന അവരുടെ അതിർത്തിക്ക് പുറത്ത് സമുദ്രത്തിൽ പരസ്യമായ പരീക്ഷണങ്ങൾ നടത്തുന്നത് അപൂർവമാണ്. 2024 സെപ്റ്റംബറിലും ചൈന പസഫിക് സമുദ്രത്തിൽ ഒരു അന്തർഖണ്ഡ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു. നേരത്തെ 2024 സെപ്റ്റംബറിലും ചൈനയുടെ റോക്കറ്റ് ഫോഴ്സ് ഫ്രഞ്ച് പോളിനേഷ്യയ്ക്ക് സമീപം കടലിലേക്ക് ഡമ്മി വാർഹെഡ് ഘടിപ്പിച്ച ഡോങ് ഫെങ് 31 മിസൈൽ പരീക്ഷിച്ചതാണ്. ഫ്രഞ്ച് പോളിനേഷ്യയ്ക്ക് സമീപമാണ് അന്ന് ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തിയത്. അന്താരാഷ്ട്ര ജലാതിർത്തിക്ക് മുകളിലൂടെയുള്ള ചൈനയുടെ 40 വർഷത്തിനിടയിലെ ആദ്യത്തെ ദീർഘദൂര മിസൈൽ വിക്ഷേപണമായിരുന്നു അത്. മേഖലയിലെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും നാവിക നീക്കങ്ങളും വരുംകാലങ്ങളിൽ ചൈനയുടെ പതിവ് പ്രവർത്തനമായി മാറുമെന്ന് ന്യൂസിലൻഡ് പ്രതിരോധ സേന നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. പസഫിക് മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിനാൽ ഈ നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. പസഫിക് മേഖലയിൽ ചൈനയുടെ നാവിക കടന്നുകയറ്റങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും വരും ദിവസങ്ങളിൽ ഒരു സ്ഥിരം പ്രതിഭാസമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. പസഫിക് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയും അമേരിക്കയും തമ്മിലുള്ള മത്സരം ഇതോടെ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആണവായുധങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കുകയും എന്നാൽ അവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന ചൈനയുടെ രീതി ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ് എന്ന് അമേരിക്ക ഭയപ്പെടുന്നു.